ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇസൂസ് ഹോം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും വീട്ടിലിരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ വ്ലോഗായിട്ടാണ്. 2 റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. ഓക്കെ, ഇന്ന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസാണ്. അതിനായിട്ട് 2 കപ്പ് മൈദ ഒരു സാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കുഴക്കാനെടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉമ്മയാണ് കറി വെക്കുന്നത്. അപ്പം കറിയിലേക്കുള്ള ഉള്ളി, തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ്. ഉമ്മ പിന്നെ ചട്ടി തന്നെയാണ് കറികളൊക്കെ വെക്കാറ്. ഉമ്മ പറയും അതാണ് കൂടുതൽ ടേസ്റ്റ് എന്നും ഹെൽത്തി എന്നൊക്കെ. പിന്നെ ഞാനാണ് കുക്കറും അതുപോലെ പാനുകളൊക്കെ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഗസ്റ്റുകൾ വരുമ്പോഴാണ് കുക്കറൊക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ചിക്കനും ബീഫും അതുപോലെ മീനും ഒക്കെ ചട്ടി തന്നെയാണ് വെക്കാറ്. അടുത്തതായിട്ട് നമ്മൾ മൊമോസിലേക്കുള്ള ചിക്കൻ റെഡിയാക്കുകയാണ്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് മോമോസിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, കുറച്ച് മല്ലിയില, ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലയുടെ പണി. ഇനി കുഴച്ച് വെച്ച മൈദ ചെറിയ ചെറിയ പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കുക. ഇനി ഓരോ പത്തിരി എടുത്ത് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും കൂടെ കൂട്ടിമുട്ടിക്കുക. അവസാനമായിട്ട് ഇതിൻ്റെ 2 എൻഡും കൂടെ പിടിച്ച് ബാക്കിലേക്ക് ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. പിന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്കറിയാവുന്ന ഏതൊരു ഷേപ്പിലും ചെയ്തെടുക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വെറൈറ്റി ഷേപ്പ് മൊമോസ് കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഈസിയായി തോന്നിയത് ഈ ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമ്മളിനി മൊമോസ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഓരോ തട്ടിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കുക. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക.
ഈ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്വീറ്റി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും സിമ്പിളായ ഫയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് പഴം ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയെടുത്തിട്ട് എഗ്ഗിലൊന്ന് മിക്സാക്കി പാനിലൊഴിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇന്നൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് പഴം പുഴുങ്ങിയിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മൊമോസ് റെഡി ആവാനായിട്ടുണ്ട്. ഇന്ന് മടക്കിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇമ്മ അതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പും മൈദയും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മൊമോസിലേക്ക് വാങ്ങിയ ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞങ്ങളിങ്ങനെ ഒന്നായിട്ട് മസാല ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് പുരട്ടി കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു മസാല ചിക്കനിലേക്കും മീനിലേക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചത്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഇമ്മ പത്തിരി പരത്തിയെടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് പരിപാടി ഇത് ഫോൾഡ് ചെയ്യലാണ്. ഫോൾഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം എണ്ണ ആവശ്യം കേട്ടോ. പിന്നെ ഇങ്ങനെ മടക്കി ഉണ്ടാകുന്ന പത്തിരി ആയതുകൊണ്ടാവും ഇതിനെ മടക്കി പത്തിരി എന്ന് പറയുന്നത്. ഈ പേര് കൂടാതെ ഇതിന് വേറെയും കുറേ പേരുകളുണ്ട്. കണ്ണച്ചത്തിരി, പിന്നെ മൈദപ്പത്തിരി, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഇനി ഇത് മടക്കിയതിന് ശേഷം ഒന്നും കൂടെ പരത്തുട്ടോ. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാൻ മതിയാവും ഈ ഒരു പത്തിരി. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇന്നത്തെ ജ്യൂസ് വന്നിട്ട് മാംഗോ ജ്യൂസാണ്. വേറെ ഒന്നുമില്ലെങ്കിലും ജ്യൂസ് മസ്റ്റാണ്. പിന്നെ ഈ കവറിൽ എന്താണെന്ന് വെച്ചാൽ മാങ്ങയുടെ പൾപ്പാണ്. ആക്ച്വലി ഇത് ഞങ്ങൾ ലേബർ തന്നതാണ്. അവരുടെ വീട്ടിൽ മാവുണ്ട്. മാവിൽ മാങ്ങ ഒന്നായിട്ട് പഴുത്തൊരു സമയമാണ്. അപ്പോൾ മാങ്ങ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിൽക്കും. അപ്പോൾ നമുക്ക് ആർക്കായാലും കണ്ടിന്യൂസ് ആയിട്ടൊന്നും മാങ്ങ തിന്നാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ച് ഈ നോമ്പ് സമയമാകുമ്പോൾ. അപ്പോൾ അവർ ചെയ്തൊരു ട്രിക്കാണ്, ഇങ്ങനെ വീഴുന്ന മാങ്ങ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് കുറച്ച് കുറച്ച് കെട്ടി വെക്കും. എന്നിട്ട് ഫ്രീസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ്. നമുക്ക് ഓരോ ദിവസം ഓരോ പാക്ക് എടുത്ത് ജ്യൂസ് ആക്കിയാൽ മതി. അങ്ങനെ അവർ കൊണ്ടുവന്ന് തന്നതാണ് ഇത്. അപ്പോൾ വീട്ടിൽ മാവും മാങ്ങയൊക്കെ ഉള്ളവർ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ജ്യൂസൊക്കെ റെഡിയായി. ഇനി ജ്യൂസ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് നോമ്പ് തുറക്കാൻ നേരത്തെ എടുക്കുള്ളൂ. ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ച പഴമാണ്. പഴം ഇപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പം ചെറിയ പീസായി മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി അതിലേക്കൊരു 1/2 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 2-3 ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ ജ്യൂസ് ഓവർ ലൂസ് ആവാതെ ശ്രദ്ധിക്കണേ. ഇനി ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ റെഡിയാക്കി വെച്ച ബനാന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലിഡ് ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ചിക്കനിൽ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരമായല്ലോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇത് സാധാരണ ചിക്കൻ ഫ്രൈ ആണ്. പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻറ്റും എക്സ്ട്രാ കൂട്ടിയിട്ടില്ല. നോമ്പ് ടൈം ആയാലും നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചീരാക്കഞ്ഞി. കാരണം ഇപ്പാക്ക് രാത്രി നിർബന്ധമാണിത്. മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒന്നാവും ഈ ചീരാക്കഞ്ഞി.
അങ്ങനെ ഏകദേശം 25 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് റെഡിയായി. കേക്ക് അത്യാവശ്യം നല്ലോണം പൊന്തിക്ക് വന്നിക്കണ്. പിന്നെ ഞാൻ കേക്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാൻ മറന്നുപോയി. പിന്നെ ഇത് കുക്കായതിൻ്റെ ശേഷമാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇത് അത്താഴത്തിലേക്കുള്ള ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ഇപ്പം ഫ്രൈ ചെയ്യില്ല, ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ അത്താഴത്തിന് എണീച്ചിട്ടാണ് ഫ്രൈ ചെയ്യുക. ഇത് നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപയോഗിച്ച സെയിം മസാല തന്നെയാണ് ചെമ്മീനിലേക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാറായി. അപ്പോൾ ഞാൻ ഈ കേക്ക് ചൂടാറിയപ്പം അത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുറിച്ച് വെക്കുകയാണ്. ഇനി എൻ്റെ അവസാനത്തെ പണിയാണ് ഫ്രൂട്ട്സ് കട്ടിങ്. മിക്ക ദിവസങ്ങളിലും സഫ്കയാണ് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെക്കാറ്. പിന്നെ സഫ്ക എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്, പേര് സഫ്വാൻ എന്നാണ്. ഇന്ന് കുറച്ച് ലേറ്റായും പോയി. അപ്പോൾ ഞാൻ കുറേ വിളിച്ച് നോക്കി, പക്ഷെ ആളെ കണ്ടില്ല. കാരണം ഇപ്പോൾ വർക്ക് അറ്റ് ഹോമാണ്, അപ്പം കുറച്ച് ബിസി ആയതാവും എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. ഇന്ന് പിന്നെ നമ്മളെ മെയിൻ താരമായ വത്തക്കയില്ല. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. അങ്ങനെ ഏകദേശം ഒരു 6:30 അപ്പോൾ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ മൊമോസ്. പിന്നെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്തതാണ്. ടേബിളൊക്കെ സെറ്റാക്കി ഇനി ബാങ്കൊക്കെ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തു, ഞങ്ങൾ നോമ്പ് തുറന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗായിരുന്നു, കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ലെങ്തി ആയിട്ട് വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.